സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അപ്പം വന്നേ വീഡിയോയിലേക്ക്. നമുക്ക് ഈ 5 മുട്ട പുഴുങ്ങാൻ വെക്കാമേ. അത് നിങ്ങളുടെ ആളനുസരിച്ചുള്ള മുട്ടകൾ നിങ്ങൾ പുഴുങ്ങാൻ ഇട്ടോളൂ. ഇവിടെ 5 പേരാണ് ഞങ്ങളുള്ളത്. ഓരോരുത്തർക്കും ഓരോ മുട്ട വീതം. ഇത് ഡക്ക് എഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട ഉപയോഗിക്കാം. ഇല്ലേ, മുട്ട പുഴുങ്ങിയാൽ എത്ര വേഗമാണെന്നോ ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ കുക്കറിലാണ് ഈ മുട്ട പുഴുങ്ങിയേക്കുന്നത്. അപ്പം നമുക്ക് ഇത് തുറക്കാം. ഒരു വിസിൽ വന്നാൽ മതി. അന്നേരത്തേക്ക് താറാവ് മുട്ടയാണ്. ഒറ്റ വിസിലിൽ നല്ല ഇത് വെന്തിരിപ്പുണ്ട്. ഇനി തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. കുറച്ച് നേരം വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ച മുളക് കണ്ടോ, കാശ്മീരി ചില്ലിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുവാണ്. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു 3-4 ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഒരു ഹാഫ് സവോള കട്ട് ചെയ്തിട്ടു. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ 1/4 സ്പൂണാണ് ഉപ്പിട്ടത്. അതുപോലെ തന്നെ ഫ്രഷ് പെപ്പർ ഇടാം, അല്ലെങ്കിൽ പെപ്പർ പൗഡർ, അതാണ് കൂടുതൽ വേണ്ടിയത്. ഇത് 1 ടീസ്പൂൺ ഇട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കും. പാൻ ചൂടായപ്പോൾ ആ മുട്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ പാൻ ചൂടായപ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ്. ഇതേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രോക്കോളി. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ലോസിനോട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നല്ല ഫ്രഷ് ബ്രോക്കോളി, ക്യാരറ്റ്, കുക്കുംബർ എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് കിടക്കട്ടെ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരുപാട് മസാലകളൊന്നും കോരിയിടല്ല. കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും മാത്രമേ ചേർക്കാവേ. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട. ഇതിനകത്ത് മെയിനായിട്ട് ആ മഷ്റൂം മാത്രം ഒന്ന് കുക്കായാൽ മതിയേ. ഒന്ന് മിക്സ് ചെയ്തു. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ് ഉപ്പ്. അതുപോലെ തന്നെ പെപ്പർ പക്ഷേ 1 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുക. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചും കൊടുക്കും. ഇപ്പം നമ്മളുടെ മഷ്റൂം ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ എടുത്ത് നോക്കി. മഷ്റൂം പറഞ്ഞാൽ ഞാൻ തിന്ന് നോക്കി. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എന്നാൽ ആ ക്യാരറ്റിൻ്റെ അതുപോലെ ബ്രോക്കോളിയുടെയും ക്രഞ്ചിനെസ് അങ്ങനെ തന്നെയുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം തീ ഓഫ് ചെയ്യുവാണ്. ഡിഷ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കാണാൻ കഴിക്കുന്നത്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കണം. ഇങ്ങനെ പുരട്ടിയിട്ട് എല്ലാത്തിലും പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം. ഇത് നല്ല അടിപൊളി ഒരു മസാലയാണ്. ഇത് കള്ള് കുടിക്കുന്നവരൊന്നും ഇത് അമിതമായിട്ട് കഴിച്ചിട്ട് എന്നെ കുറ്റം പറയല്ലേ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിച്ചാൽ. അപ്പം ഇതേ മോനെ ഇന്ന് എഗ്ഗ് നല്ല അടിപൊളി മസാലയാണ് ഇതിൽ ചേർത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത വെജിറ്റബിൾ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഇതിനകത്ത് ബ്രോക്കോളിയും ക്യാരറ്റും മഷ്റൂമാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ എന്താണോ വെജിറ്റബിൾ ഉള്ളത് അത് എല്ലാവർക്കും ചേർക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒത്തിരി സ്പൈസിനെസ് ഫീൽ ആകാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അരമണിക്കൂർ താഴെയെന്ന് പറയാം. ശരിക്കും മുട്ട പുഴുങ്ങുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇനി മുട്ടയൊന്ന് കഴിച്ചു നോക്കിയേ. അടിപൊളി. ഈ മുട്ട ആ മുളക് വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ചോണ്ട് അതിൻ്റെ ഒരു പുളിയും ആ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും എല്ലാം കൂടെ ആ ടേസ്റ്റും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയൊരു എരിവുണ്ട്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.